ഫൗസി ഉമ്മർ മരിയയായി മാറിയ വാർത്ത i2 ന്യൂസ് പിൻവലിച്ചതെന്തിന്? കഴിഞ്ഞയാഴ്ച ഞങ്ങൾ പ്രധാനപ്പെട്ട 2 വാർത്തകൾ നൽകിയിരുന്നു. ഫൗസി ഉമ്മറിനെ മരിയയായി മാമോദിസ മുഖ്യ മാർട്ടിൻ ചെയ്ത പണി എന്ന തലക്കെട്ടോടെ ഫൗസി ഉമ്മറിന്റെ സഹോദരി റഹ്മത്തിന്റെ വെളിപ്പെടുത്തലും അതിന്റെ തൊട്ടടുത്ത ദിവസം ഫൗസി ഉമ്മറായി അല്ല മരിയയായി തന്നെ ഞാൻ ജീവിക്കും എന്ന തലക്കെട്ടോടെ മരിയയായി മാറിയ ഫൗസി ഉമ്മറിന്റെ വെളിപ്പെടുത്തലുമാണ് i2 ന്യൂസ് വാർത്തയായി നൽകിയത്. സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും ആലപ്പുഴ തത്തമ്പള്ളി സെയിന്റ് മക്കിൾസ് പള്ളി ഇടവാംഗവുമായ മാർട്ടിൻ, ആലപ്പുഴ സ്വദേശിയും ഒരു മുസ്ലിം സമുദായാംഗവുമായ ഫൗസി ഉമ്മറിനെ സ്നേഹിച്ച് അവരെ കത്തോലിക്ക സഭയിലേക്ക് മാമോദിസ മുക്കി മതം മാറ്റി പള്ളിയിൽ വെച്ച് തന്നെ വിവാഹം കഴിച്ച് അവസാനം 3 കുട്ടികളായി കഴിഞ്ഞപ്പോൾ മറ്റൊരു മുസ്ലിം സ്ത്രീയോടൊപ്പം നാടുവിട്ടു പോയെന്നും ഫൗസിയുടെ നിലവിലെ അവസ്ഥയുമാണ് ഞങ്ങൾ വാർത്തയായി നൽകിയത്. i2 ന്യൂസ് കണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മരിയയുടെ ഫോണിലേക്ക് നിരവധി പേർ സഹായാഭ്യർത്ഥനയുമായി വിളിക്കുകയും സഹായിക്കുകയും ചെയ്യുകയുണ്ടായി. അതിലേറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം, അവർ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്നത് അവരുടെ ബാങ്കിലെ 3 കടങ്ങൾ കൊണ്ടായിരുന്നു. ആ 3 ബാങ്കിലെയും കടങ്ങൾ ഓരോരുത്തരായി വീട്ടി. കാനറ ബാങ്കിലെ 40,000 രൂപ, ഫെഡറൽ ബാങ്കിലെ 30,000 രൂപ, ഒരു ലോക്കൽ ബാങ്കിലെ 26,000 രൂപ, ഇവയെല്ലാം 3 പേരായി വീട്ടി. അവർക്ക് പേര് പുറത്തുവിടുവാൻ താല്പര്യമില്ല. അതുപോലെ ഫൗസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചവരുണ്ട്, പണം അയക്കാമെന്ന് വാക്ക് കൊടുത്തവരുമുണ്ട്. അതുകൊണ്ട് അവരുടെ നിലവിലെ അത്യാവശ്യ കടങ്ങളെല്ലാം തന്നെ വീട്ടിയതിനാൽ ഇനി ആരും പണം അയക്കേണ്ട എന്ന് ഞങ്ങൾ സ്നേഹപുരസ്കാരം ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ ആ 2 വാർത്തയും പിൻവലിച്ചിരുന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ വാർത്തകൾ പിൻവലിക്കാറുള്ളൂ, അല്ലാതെ യാതൊരു കാരണവശാലും ഞങ്ങൾ വാർത്ത പിൻവലിക്കാറില്ല. i2 ന്യൂസ് പ്രേക്ഷകരിൽ പലരും ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലായി വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആ വാർത്ത ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന്. ഞങ്ങൾ ആ വാർത്ത പിൻവലിക്കുവാൻ കാരണം മരിയയുടെ മക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ്. ആ കുട്ടികളുടെ ആവശ്യപ്രകാരം അമ്മയുടെ ഫോട്ടോ അടക്കം ഞങ്ങൾ നൽകിയ വാർത്ത പിൻവലിക്കുകയായിരുന്നു. ആ കുട്ടികളെ ഓർത്ത്, ആ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ വിവരം ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ ഈ വിവരം അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്ന പങ്ക്തിയിൽ തൃശ്ശൂരിൽ നിന്നും ഞങ്ങളെ വിളിച്ച സിജിക്ക് ഒരു വീട് വെക്കുവാനുള്ള സ്ഥലം ഡൽഹിയിൽ നിന്നും ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ വീട് വെക്കുവാൻ പഞ്ചായത്തുകാരും സഹായിക്കാമെന്ന് സിജിയെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ i2 ന്യൂസിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത വലിയ സൈബർ ആക്രമണം നടത്തുകയും ഞങ്ങൾക്കെതിരെ മാധ്യമങ്ങളിലടക്കം വാർത്ത നൽകി ഞങ്ങളുടെ വിശ്വാസ്യത തകർക്കുവാനും ശ്രമിച്ചെങ്കിലും ഏറ്റവും വലിയ വളർച്ചയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഞങ്ങൾക്ക് സഭയുടെ സൈബർ ആക്രമണം കഴിഞ്ഞപ്പോഴേക്കും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 11,500 സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ 5,11,500 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും ഇമാതിരി സഹായവുമായി വരണമെന്ന് സഭയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. i2 News, an eye for truth. i2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.